സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോതി നാളിന് 2024 എങ്ങനെ എന്നുള്ളതാണ്. അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ സബ്സ്ക്രൈബുകാർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാനൊരു പുതുവത്സരമായിട്ട് ഒരു പുതിയ നക്ഷത്രഫലം ആണ് പറയുന്നത്. അത് ആദ്യം ചോതി നാളിനക്കാരെ കുറിച്ചാണ് പറയുന്നത്. മറ്റു നാളിനെ കുറിച്ചും പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇന്ന നാളുകളെ കുറിച്ച് ഇവിടെ ഒന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നാളിനെ കുറിച്ചും ഒന്ന് സ്റ്റഡി ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് അറിയാം, ഈ ചോതി നാള് ഏറെ വർഷങ്ങളായിട്ട് പുതു വർഷം വന്നാലും നല്ല കാലം വരുന്നില്ല. കാരണം ഇപ്പം ഞാൻ ഉദാഹരണം പറയണമെങ്കിൽ 2019 മുതൽ ഓരോ വർഷങ്ങൾ വരികയാണെങ്കിലും ഈ നാളുകാർക്ക് മാത്രം പുരോഗതി വരുന്നില്ല. അത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയാണ് ഈ നാളുകാർക്ക് വന്നിട്ട് ഉള്ളത്. അപ്പോൾ ഈ നാളിൻ്റെ അറിയാം, വൃക്ഷം എന്ന് പറയുന്നത് നീർമരുതാണ്. അതുപോലെ മൃഗം എന്ന് പറയുന്നത് മഹിഷം ആണ്. പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ്. ദേവത എന്ന് പറയുന്നത് വായുവാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ സ്നേഹത്തോടെ നമ്മൾ കാണണം. അതായത് കാക്കയൊന്നും വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ആട്ടിപ്പായിക്കാതെ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ഈ നാള് ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അറിയാം. അമിതാഭ് ബച്ചൻ, അദ്ദേഹം ഈ നാളുകാരനാണ്. സുരേഷ് ഗോപി ഈ നാളുകാരനാണ്. അതുപോലെ തന്നെ അനുഷ്ക ശർമ്മ ഈ നാളുകാരിയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരും ഈ നാളിലുണ്ട് എന്ന് നിങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. പിന്നെ 15-ാമത്തെ ഇത് വരുമ്പോൾ 15-ാമത്തെ നാളാണ് ഈ ചോതി നാളെന്ന് പറയുന്നത്. അതുകൊണ്ടൊരു മിഡിലായി പോയി. അതുകൊണ്ടാണ് ഭാഗ്യങ്ങൾ വരാത്തത് എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ എല്ലാ നാളിനും ഒരു സമയമുണ്ട്. എന്തായാലും ഈ 2024 പുതുവർഷം തുടങ്ങുമ്പോൾ നല്ല കാലം വരും. സാമ്പത്തിക തടസ്സം മാറും. വിചാരിക്കുന്നതെല്ലാം സാധിക്കും. കലാപരമായിട്ടുള്ള ആൾക്കാർക്കും പുരോഗതി നൽകിത്തരും എന്നുള്ളതൊക്കെയാണ് ഫലമായിട്ട് കാണുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ നമുക്ക് വഴികൾ തുറന്നു തരുന്ന ആ വഴികൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. അതായത് വഴികൾ നമുക്കറിയാം, എപ്പോഴും നമുക്ക് വഴി തുറന്നു വരില്ല. ആ വരുന്ന സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നുള്ളത് തന്നെയാണ് അത്. അപ്പോൾ അത് എന്തായാലും മെയ് വരെ ഈ ചോതി നക്ഷത്രത്തിന് കാണുന്നു. നമുക്കറിയാം, ഈ ചോതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു ത്രാസാണ്, അല്ല ഇംഗ്ലീഷിൽ ലിബ്ര എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ ചോതി നാളുകാർക്ക് ഒരു പരീക്ഷണം വരുന്നത്. കാരണം ഒന്ന് പുരോഗമിക്കുമ്പോൾ ഒന്ന് താഴോട്ടിറങ്ങും. അതാണ് സ്ട്രാസ് പടി പോലെ തന്നെയാണ്. മുകളിലോട്ട് കയറുമ്പോൾ ഒന്ന് മുകളിലോട്ട് താഴോട്ടിറങ്ങും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ സഹായിച്ചവർ നമ്മളെ സഹായിക്കില്ല. അത് ഈ ചോദ്യനാളിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മളെ സഹായിച്ചവർക്ക് നമുക്ക് അങ്ങോട്ട് തിരിച്ച് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് വിഷമമുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഈ ചോദ്യനാളിന് വരുന്നുണ്ടെന്നല്ല, അതാണ് അനുഭവം. അപ്പോൾ അതെല്ലാം നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. കൈ എറിഞ്ഞ് സഹായിക്കുമ്പോൾ ഉള്ള കാലത്ത് അവർ നമ്മളെ തിരിച്ച് സഹായിക്കുന്നവരാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ സഹായിക്കാവൂ. എന്നാൽ ഒരാപത്ത് കാലത്ത് ഈ ചോദ്യനാളിന് ഉപകരിക്കില്ല. അതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുക. മറ്റ് നാളുകാർക്കും കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ കുറച്ച് അറിയാനുണ്ട് എങ്കിൽ അത് സ്റ്റഡി ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവർക്കും പുതുവത്സരം നേരുന്നു. താങ്ക് യു ഫോർ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറയുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. പിന്നെ എന്താണ്, പുതുവത്സരം എല്ലാവർക്കും, ചോദ്യ നാളുകാർക്കും മറ്റു നാളുകാർക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.